വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ വിജിലിന്റേതു തന്നെയെന്ന് DNA പരിശോധനാ ഫലത്തിൽ സ്ഥിരീകരിച്ചു. കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ഏലത്തൂർ പോലീസിന് ലഭിച്ചു. 2019 മാർച്ച് 24-നായിരുന്നു കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതാവുന്നത്. നാട് വിട്ടുപോയി എന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് എലത്തൂർ CI രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫലപ്രദമായ അന്വേഷണത്തിലാണ് വിജിൽ മരിച്ചതെന്ന് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് സരോവരം പാർക്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം ബ്രൗൺ ഷുഗർ അമിത അളവിൽ ഉപയോഗിച്ചതാണ് വിജിൽ മരിക്കാൻ ഇടയാക്കിയത്. കേസിൽ വിജിലിന്റെ 3 സുഹൃത്തുക്കളെയും പോലീസ് പ്രതി ചേർത്തു. രണ്ടാം പ്രതി രഞ്ജിത്തിനെ തെലങ്കാനയിലെ ഖമ്മത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. തങ്ങളുടെ മകൻ നാട് വിട്ടുപോകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് വിജിലിന്റെ മാതാപിതാക്കൾ പറഞ്ഞതും കേസിൽ നിർണായകമായി. പ്രതികളുടെ മൊഴികൾ എല്ലാം പഠിച്ചു പറഞ്ഞതുപോലെയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് കേസിന്റെ ചുരുൾ അഴിയുന്നത്. വിജിലിനെ മറവ് ചെയ്തതിനു ശേഷം എങ്ങനെ പോലീസിന് മൊഴി നൽകണം എന്നതടക്കം ഗൂഢാലോചന നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു. നീണ്ട 8 ദിവസം സരോവരം പാർക്കിൽ നടത്തിയ പരിശോധനയിലാണ് വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച DNA സാമ്പിൾ വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും DNAയുമായി സാമ്യമുണ്ടെന്ന കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം എലത്തൂർ പോലീസിന് ലഭിച്ചു. ഇതോടെ 6 വർഷമായി തങ്ങളുടെ മകൻ എവിടെയെന്ന ചോദ്യത്തിനാണ് വിജിലിന്റെ മാതാപിതാക്കൾക്ക് ഉത്തരം ലഭിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.